അങ്ങനെ നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന സമയത്താണ് സുഹൃത്തുക്കൾ ഒരാൾ പറഞ്ഞത്, ദേ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടുത്തെ ഫുഡ് ഭയങ്കര സൂപ്പറാണ്, അടിപൊളിയാണ്, ട്രൈ ചെയ്യാണ്, മസ്റ്റ് ട്രൈ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കേട്ട പാതി കേൾക്കാത്ത പാതി റെഡിയായി ഞങ്ങളും അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. ഈ ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്കൊരു വലിയ ഇമോഷനാണല്ലോ. എവിടെയെങ്കിലും നല്ല ഫുഡ് കിട്ടിയാൽ നമ്മളത് ട്രൈ ചെയ്യുന്നിടം വരെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ വെയിൽസിൽ ന്യൂപോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു 40 മിനിറ്റ്സ് ട്രാവൽ ചെയ്ത് ഇംഗ്ലണ്ടിൽ ബ്രിസ്റ്റലിലെത്തി. കണ്ടില്ലേ, വെൽക്കം ടു ഇംഗ്ലണ്ട് ബോർഡ്. അങ്ങനെ ഞങ്ങൾ വെയിൽസിൽ നിന്നും ട്രാവൽ ചെയ്ത് ഇംഗ്ലണ്ടിലെത്തിയിരിക്കുകയാണ്. ദ നെയിം ഓഫ് ദ റെസ്റ്റോറൻറ്റ് ഈസ് ഗ്രാൻഡ് കേരള സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഞങ്ങളിങ്ങനെ ചുറ്റും നോക്കിയപ്പം അധികം പാർക്കിംഗ് സ്പേസ് ഒന്നും അവിടെ കണ്ടില്ല. പിന്നെ എന്തെങ്കിലും സ്പെസിഫിക് പാർക്കിംഗ് സ്പേസ് ഉണ്ടോ എന്ന് ചോദിക്കാനും ആക്ച്വലി വിട്ടുപോയി. ഈ സാധാരണ വ്ളോഗേഴ്സ് ഒക്കെ പറയാറുള്ളത് പോലെ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. മഴ ആയതുകൊണ്ട് വലിയ വൈബൊന്നും ഉണ്ടായിരുന്നില്ല. ഗ്രാൻഡ് കേരളയുടെ മെന്യു അത് ഗ്രാൻഡായിരുന്നു, നല്ല കളർഫുൾ ആയിരുന്നു. അത്യാവശ്യം വൈഡ് റേഞ്ച് ഓഫ് ഡിഷസ് തന്നെ അവർ ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു. മെനുവിലുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും സത്യമാണ്. ഞങ്ങളത് ഓപ്പൺ ചെയ്ത സമയത്ത് അതിനകത്ത് സ്റ്റാൻഡ് ഔട്ടായിട്ട് നിന്നൊരു പേരാണ് കുഞ്ഞിക്കോഴി. അത് കണ്ടപ്പോൾ ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നി. എന്തായാലും ഒന്ന് കഴിക്കണം എന്ന് ആഗ്രഹിച്ചു. സത്യത്തിൽ ബാക്കിയുള്ള ഡിഷസ് കണ്ടപ്പം കുഞ്ഞിക്കോഴിൻ്റെ കാര്യം മറന്നുപോയി. പിന്നെ ഇറച്ചിച്ചോറും ന്യൂഡിൽസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും കപ്പ ബിരിയാണിയുടെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പ, പിന്നെ ചട്ടിച്ചോറിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസ്, പിന്നെ സ്റ്റാർട്ടേഴ്സായ ചിക്കൻ ഫ്രൈ, കൊഴുവ ഫ്രൈ, അങ്ങനെ എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ അവിടുത്തെ സിഗ്നേച്ചർ ഡിഷെന്നോ ഷെഫ് സ്പെഷ്യൽ എന്നോ പറയാൻ പറ്റുന്ന തേങ്ങ അരച്ച മാങ്ങയൊക്കെ ഇട്ട ചെമ്മീൻ കറി, അതായിരുന്നു അന്നത്തെ സിഗ്നേച്ചർ ഡിഷ്. പിന്നെ ഞങ്ങൾ ഡ്രിങ്കായിട്ട് ചൂസ് ചെയ്തത്, ആദ്യമായിട്ട് കഴിക്കുക കേട്ടോ ഞാൻ, പൈനാപ്പിൾ ലൈം ആൻഡ് ഗ്രേപ്പ് ലൈം. അത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. എന്തായാലും മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. അങ്ങനെ ഹാപ്പി ആയിട്ട് ഞങ്ങളുടെ ആ ഡേ കഴിഞ്ഞു. ബ്രിസ്റ്റലിലും ന്യൂപോർട്ടിലും ഒക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇറ്റ്സ് നൈസ്.